അങ്ങനെ പെരിയ ഇരട്ടക്കൊലക്കേസിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയായി. പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് കോടതി വിധിച്ചിട്ടുള്ളത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെ പ്രതികൾക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയുന്ന 2 പ്രതികൾക്ക് വേണ്ടി ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത്. പിന്നെ തെളിവ് നശിപ്പിച്ചവരും പ്രതികളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയവരുമായ വേറെ ചില ധീരസഖാക്കളുണ്ട്. അവർക്കും തടവ് ശിക്ഷ തന്നെയാണ് കോടതി വിധിച്ചിട്ടുള്ളത്. കോടതി ശിക്ഷിച്ച പ്രതികളെല്ലാവരും ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള അപ്പീലുണ്ടാവും. പ്രതികളുടെ കുടുംബാംഗങ്ങൾ കൊടുക്കാവുന്ന റിവിഷൻ പെറ്റീഷനും ഉണ്ടാവും. ഏതായാലും ഇവിടം കൊണ്ട് കഥ തീരുന്നില്ല. ഇതിൻ്റെ അടുത്ത ഘട്ടം ഹൈക്കോടതിയിൽ നടക്കും. അവിടെ കഴിയുമ്പോൾ സുപ്രീം കോടതി ഉണ്ട്. അതും കഴിഞ്ഞ് പിന്നെ പാർട്ടി കോടതി ഉണ്ട്. പാർട്ടി കോടതിയുടെ വിധി സഖാവ് ബാലൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. പാർട്ടിയുടെ തീരുമാനപ്രകാരമല്ല ഈ പ്രതികൾ കൊല നടത്തിയത്. പ്രതികൾ ആരാണെന്ന് തന്നെ പാർട്ടിക്ക് അറിയില്ല. പാർട്ടി ഏതാണെന്ന് തന്നെ പാർട്ടിക്ക് അറിയില്ല. ബാലൻ്റെ കാര്യം പുള്ളി ശിശു സഹജമായ നിഷ്കളങ്കതയോടെ അദ്ദേഹം പറഞ്ഞിട്ട് ഈ പാർട്ടിയുടെ ഒരു ഗുണം ഇതാണ്. ബാലനെ പോലെ ബേബിയെ പോലെയുള്ള കുട്ടികൾ, അതായത് പ്രായപൂർത്തിയാകാത്തവർ, വയസ്സായിട്ടും വാർദ്ധക്യത്തിലെത്തിയിട്ടും കുട്ടിത്തം വിടാത്ത കുറേ നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും നിലപാട് വ്യക്തമാക്കാനൊക്കെ ഇവർക്ക് സാധിക്കും. പിന്നെ ഉളുപ്പ് എന്ന വാക്ക് ഇവരുടെ നിഘണ്ടുവിൽ ഇല്ലാത്തതുകൊണ്ട്, ഇവരുടെ തൊലിക്കട്ടി അപാരപരമായതുകൊണ്ടും യാതൊരു കുഴപ്പമില്ല. നമ്മൾ ഈ ഇരട്ടക്കൊലക്കേസിലേക്ക് വന്നാൽ 2019 കേസിന് ആസ്പദമായ സംഭവം നടത്തുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ സതീഷ് ചന്ദ്രനെ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ തോൽപ്പിച്ചത് ശബരിമലയേക്കാൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തേക്കാൾ കൂടുതലായിട്ട് ഈ ഇരട്ട കൊലപാതകമാണ്. അതിന് മാധ്യമങ്ങൾ കിട്ടിയ വലിയ പ്രാധാന്യമാണ്. കേരള പോലീസ് അന്വേഷിച്ച് തുമ്പുമാലും ഇല്ലാണ്ടാക്കിയ കേസ് CBIക്ക് വിടണം എന്ന് പറഞ്ഞ് ഈ മരിച്ചുപോയ ചെറുപ്പക്കാരുടെ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ട് ഹർജിയാണ്. അതിലുണ്ടായ ജസ്റ്റിസ് സുധീന്ദ്രകുമാറിൻ്റെ വിധിയാണ്. സുധീന്ദ്രകുമാറിൻ്റെ സുധീരമായ ഈ വിധിയാണ് സത്യത്തിൽ പ്രതികൾക്ക് ഇന്നത്തെ ഈ ശിക്ഷ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. നമ്മുടെ കേരള പോലീസാണ് ചാർജ് ചെയ്തത്. ഇവിടുത്തെ പ്രോസിക്യൂട്ടർമാരാണ് കേസ് നടത്തിയതെങ്കിൽ ഈ പ്രതികളെല്ലാവരും ഇന്നിപ്പോൾ സുസ്മേരവദനരായി കോടതിയിൽ ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുവരികയാണ്. CBIക്കാരാണ് ഇവരെ പിടികൂടി ആണിയടിച്ച് ഈ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നത്. ഈ സിംഗിൾ ജഡ്ജിയുടെ വിധിയുടെ പുറത്ത് ഇവർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അവരല്ല, പ്രോസിക്യൂട്ടർമാരല്ല, പ്രതികളല്ല കേസ് കൊടുത്ത് പരാതി അപ്പീൽ കൊടുത്ത് കേരള സർക്കാരാണ് പൊതു ഖജനാവിൽ നിന്ന് പണം മുടക്കി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു. ഇവിടെ ഫലിക്കാതെ വന്നപ്പോൾ ഏതാണ്ട് 1 കോടിയോളം രൂപ, 1 കോടിയിൽ പരം രൂപ ചിലവഴിച്ച് സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുത്തു. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ തള്ളിയതിന് ശേഷമാണ് കേസ് ഡയറി മഹാന്മാരായ കേരള പോലീസുകാർ CBIക്ക് കൈമാറിയത്. അതിനുശേഷമാണ് കൂടുതൽ പ്രതികളെ കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ശിക്ഷ കിട്ടിയ ചില പ്രതികളടക്കം അതിനുശേഷമാണ് പ്രതിപട്ടികയിൽ വന്നത്. അല്ലെങ്കിൽ ഇവരൊക്കെ യോഗ്യന്മാരായിട്ട് കോളിനോസ് പുഞ്ചിരിയുമായിട്ട് നമ്മളെ സമീപിക്കുമായിരുന്നു. ഈ പ്രതികൾ മിക്കവരും അന്ന് മുതൽ ജയിലിലാണ്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ പരിഗണിച്ച് അതിലൊരു തീർപ്പാകുമ്പോഴത്തേക്കും ഇവർ പലരും വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് മരിച്ചു എന്നുള്ള വാർത്ത നമ്മൾ പത്രത്തിൽ വായിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രതികളുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി. ഇരട്ട ജീവപര്യന്തമാണ്. ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നറിയില്ല. പക്ഷേ ഇതിൽ പറയേണ്ട ഒരാൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടറായിരുന്ന അസഫ് അലിയാണ് ഇത് ഹൈക്കോടതിയിൽ വളരെ ഗംഭീരമായിട്ട് വാദിച്ചത്. കോടതിയെ കൺവിൻസ് ചെയ്തു. കേരള പോലീസ് അന്വേഷിച്ചാൽ ഇരകൾക്ക് ഒരിക്കലും നീതി കിട്ടുകയില്ല, പ്രതികൾക്ക് അവരർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നീതി കിട്ടുകയും ചെയ്യും. അസഫ് അലിയുടെ ഒരു വിജയമാണ്. അതുപോലെ തന്നെ ഈ രക്തസാക്ഷികളെ വഴിയിൽ ഉപേക്ഷിക്കാതെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അവരാണ് ഈ ചെറുപ്പക്കാർക്ക് വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. അവരുടെ കുടുംബാംഗങ്ങൾക്ക് വീട് പണിയിച്ചു കൊടുത്തു. അതിലൊരാളുടെ സഹോദരിയുടെ വിവാഹം നടത്തി കൊടുത്തു. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ സാറിന് CPMകാരോ RSSകാരൊക്കെ ചെയ്യാറുള്ളതാണ്. കുടുംബത്തെ സഹായിക്കുക, കുടുംബത്തെ രക്ഷിക്കുക, കുടുംബത്തെ ചേർത്ത് പിടിക്കുക. CPMകാരോ RSSകാരോ ഇത് നമുക്ക് അതിൽ അത്ഭുതം തോന്നുകയില്ല. പക്ഷേ കോൺഗ്രസ്സുകാർ സാറിനിങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞ യുവ നേതാക്കന്മാരുടെ മുൻകൈയിലാണ്. അവരെ അഭിനന്ദിക്കണം. അസഫ് അലിയെ അഭിനന്ദിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറൊന്നും ഉണ്ടായിരുന്നില്ല. CBIയുടെ പ്രോസിക്യൂട്ടർ തന്നെയാണ് കേസ് നടത്തിയത്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ഈ കേസ് നടത്തി കേസിനെ വിജയപ്രാപ്തിയിലെത്തിച്ചു. പിന്നെ വധശിക്ഷ കൊടുക്കണം എന്ന് അദ്ദേഹം ഘോരമായിട്ട് വാദിച്ചു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ വധശിക്ഷയൊന്നും കൊടുക്കില്ല നമുക്കറിയാം. കുറ്റം തെളിഞ്ഞാലും അങ്ങനെ വധശിക്ഷയൊന്നും
സാർവത്രികമായിട്ട് വിധിക്കില്ല. അത്രയും അത്യപൂർവമായ ഒരു കേസാണ് എന്ന് സ്ഥാപിക്കാനും പറ്റുകയില്ല. 2 ചെറുപ്പക്കാർ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട കേസാണ്. എങ്കിൽ പോലും മാത്രമല്ല, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും അങ്ങനെ വിധിക്കാറില്ല. ഈ പ്രതികൾക്ക് വ്യക്തിപരമായ ഒരു പകയുമില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് പിന്നെ ജഡ്ജി കമാൽ പാഷയല്ല, ശേഷാദ്രിനാഥനാണ്. കമാൽ പാഷയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 8, 2, 10 പേർക്കും വധശിക്ഷ വിധിക്കുകയും പുള്ളി പേരയുടെ നിബ് കുത്തിയൊടിക്കുകയും ചെയ്തത്. പക്ഷേ ശേഷാദ്രിനാഥൻ നിബ് കാശ് കൊടുത്ത് മേടിച്ചാലുണ്ടോ എന്തോ പുള്ളി അത് കുത്തിയൊടിക്കാൻ സന്നദ്ധരല്ല. അതുകൊണ്ട് ഇരട്ട ജീവപര്യന്തത്തിൽ ശിക്ഷ ഒതുങ്ങി. അദ്ദേഹത്തിന് ഈ പേരുപയോഗിച്ചാൽ ഇനി വേറെ പ്രതികളെ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനും അല്ല കുറ്റം ചെയ്യാത്തവരെ വെറുതെ വിടാനും സാധിക്കും എന്നുള്ളതാണ് സൗകര്യം. അപ്പോൾ പേരയുടെ നിബ് രക്ഷപ്പെട്ടു, പ്രതികളുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നുകൂടി പറയാം, ചുരുക്കി പറയാം. അങ്ങനെ പെരിയ കേസിലെ പ്രതികളെ ശിക്ഷിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം ബുദ്ധിമുട്ടാണ്. CPM-കാരും RSS-കാരും ഇപ്പോൾ കടാര താഴെ വെച്ച് സമാധാന പ്രേമികളായി മാറി. അതിനുശേഷമാണ് ഈ കോൺഗ്രസ്സുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ വർദ്ധിച്ചത്. ലീഗുകാരെ കൂടുതലായിട്ട് കൊല്ലാൻ തുടങ്ങി. ഇത് പറയുമ്പോൾ നമ്മുടെ ഷുക്കൂറിൻ്റെ കേസ് ഇതുവരെ വിധിയായിട്ടില്ല, അതിൻ്റെ വിചാരണ തുടങ്ങിയിട്ടില്ല. ഇത് സങ്കടകരമായ കേസെന്ന് പറഞ്ഞാൽ ഷുഹൈബിൻ്റെ കേസ് CBIക്ക് വിടാനായിട്ട് ഹൈക്കോടതി സിംഗിൾ ജഡ്ജി, അത് കമാൽ പാഷയായിരുന്നു, അദ്ദേഹം വിധിച്ചതാണ്. പക്ഷേ ഡിവിഷൻ ബെഞ്ചിൽ കൊണ്ടുപോയി അത് അസ്ഥിരപ്പെടുത്തി. അങ്ങനെ കേരള പോലീസ് കൊടുത്ത കുറ്റപത്രമാണ്, അതിലും വിചാരണ തുടങ്ങിയിട്ടില്ല. അതിലെ പ്രതികൾ ഇപ്പോഴും സ്വതന്ത്രമായി പുറത്ത് വിഹരിക്കുന്നു. അവർ മറ്റ് കുറ്റകൃത്യങ്ങളും ചെയ്യുന്നു. അവർ പാർട്ടിയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഷുഹൈബിൻ്റെ വിധി എന്തായിരിക്കും നമുക്കറിയില്ല. ഇവിടെ ശരത് ലാലിനും കൃപേഷിനും വൈകിയെങ്കിലും നീതി ലഭിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം. പ്രതികൾ പലരും ഇത് കുറ്റകൃത്യം ചെയ്യാൻ ഉദ്ദേശിച്ചവരല്ല, പാർട്ടി കൽപ്പിച്ചതുകൊണ്ട് മാത്രം ചെയ്തു പോയവരാണ്. കൽപ്പിച്ച ആളുകൾ ഇപ്പോഴും യോഗ്യന്മാരായിട്ട് പാർട്ടി ഓഫീസിൽ കറങ്ങുന്ന പങ്കയുടെ കീഴിൽ സകല സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ മാത്രമല്ല, ഗൂഢാലോചനയ്ക്ക് ഉത്തരവിട്ടവരുണ്ട്, കൊലക്ക് ഉത്തരവിട്ടവരുണ്ട്. അവരൊക്കെ യോഗ്യന്മാരായിട്ട് നടക്കുന്നു. അതിൽ ഒരാൾ കഴിഞ്ഞ ദിവസം കൂടി ടെലിവിഷൻ ചാനലിൽ വന്നിരുന്നത് വലിയ ഗിർവാണം പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ രാജ്യവും നമ്മുടെ ഈ പാർട്ടി. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന് പറയാറായിട്ടില്ല. ഏതായാലും ഷുഹൈബിനും ഷുക്കൂറിനും നീതി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ശേഷം ബാക്കി പിന്നീട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.